വിലാപങ്ങൾ 3:22-23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം പറഞ്ഞേ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ ഒരു വിഷയത്തിൽ ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ കുറച്ച് നേരം ശാന്തമായിരിക്കണമെന്ന് പറയും, അല്ലേ? എന്താ കാര്യം വെച്ചാൽ വചനം വായിക്കുന്നത് കേൾക്കാനും വേണ്ടിയാണ്. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്. ഇത് കേൾക്കണം. ഇതാണ് ദൈവം സംസാരിക്കുന്നത്. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്ന വചനം. നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നിങ്ങളും ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹത്തോടെ ഒരു ദിവസം എൻ്റെ മക്കളെ, ജോലി ഇല്ലാത്ത അവസ്ഥ, വീട് ഇല്ലാത്ത അവസ്ഥ, കല്യാണം ഒക്കാത്ത അവസ്ഥ, മക്കൾ ഇല്ലാത്ത അവസ്ഥ, ഈ അവസ്ഥകളെല്ലാം അവിടെ കിടക്കട്ടെ. നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്താണ്? ദൈവത്തെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ സ്നേഹമാണ് കേട്ടോ. എന്താണ് കാര്യം? നമുക്കൊരു ചാലഞ്ച് തന്നിരിക്കുകയാണ്. ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ ഒരു വചനമുണ്ട്. എന്താ മനസ്സിലായില്ലേ? ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന വേറൊരു വചനമുണ്ട്. എന്താണ്? ഓരോ പ്രഭാതത്തിലും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം പുതിയതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മളോട് പറയുന്ന വചനം എന്താണ്? അതുപോലെ നമ്മളും ഓരോ ദിവസവും ദൈവത്തോട് പുതിയ സ്നേഹത്തിലാണ് വളരേണ്ടത്. കർത്താവിൻ്റെ വചനം, അതായത് ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്നറിയുക, ബൈബിള് ദൈവം ചോക്കായിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം അധ്യാപകൻ ഒരു ചോക്ക് കൊണ്ട് ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതുന്നത് അധ്യാപകനാണ്, ചോക്കാണ്? അധ്യാപകൻ ചോക്ക് കൊണ്ട് ഒരു ബോർഡ് എഴുതുന്നത് അധ്യാപകനാണോ ചോക്കാണോ? ഇതുപോലൊരു പ്രശ്നമാണ് വചനത്തിലുള്ളത്. ഇൻസ്പിറേഷൻ്റെ പ്രശ്നം അതാണ്. എന്താണ് എഴുതണത്? ദൈവം ഈ അധ്യാപകൻ ഈ ചോക്ക് കൊണ്ട് എഴുതുകയല്ലേ. അപ്പം ഈ എഴുത്തുകാരൻ എന്ന് പറയുന്നത്, ഇപ്പം പൗലോസ് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നു, പൗലോസ് ചോക്ക് മാത്രമാണ്. അവിടുത്തെ അധ്യാപകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് അധ്യാപകൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളെ എടുത്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം എഴുതിച്ച് മോസസിനെ കൊണ്ട് എഴുതിച്ചതാണ് അത്. അപ്പോൾ അവിടെ ചോക്ക് മോസസ് ആയിരുന്നു. ഇങ്ങനെ ഓരോരോ ഘട്ടവും ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് എഴുതിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടിയ ദൈവസ്നേഹം ഉള്ളവരെ കൊണ്ടാണ് ദൈവം ഇതൊക്കെ എഴുതിച്ചിരിക്കുന്നത്. പരമാവധി ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ ഉപയോഗിച്ചാണ് ഈ സംഭവം എഴുതിച്ചിരിക്കുന്നത്. പക്ഷേ എഴുതുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത് വരണത്. കാര്യം അവർക്ക് പോലും അത് മനസ്സിലായി കാണത്തില്ല. ഇപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയിരിക്കണത് പകുതി മുക്കാലും ദാവീദാ. അപ്പോൾ എഴുതുമ്പോൾ എന്താ പറയണത്? ഓരോ പ്രഭാതത്തിലും അവിടുന്ന് നമ്മളോടുള്ള സ്നേഹം, അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് പറയണം. ഇപ്പം നമ്മുടെ ലക്ഷ്യം, നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കെന്താണ് നമ്മളോട് പറയുന്ന വാക്ക്? അതുപോലെ ദൈവവൈതരെ നീയും നിൻ്റെ ജീവിതവും
ഓരോ പ്രഭാതത്തിലും ദൈവത്തോടുള്ള നിൻ്റെ സ്നേഹം പുതിയതായിരിക്കണം. ഒരു പുതിയ കോൺട്രിബ്യൂഷൻ എൻ്റെ അകത്ത് ഉണ്ടാകണം. ഇപ്പോൾ ഒരു പ്രാർത്ഥന കേട്ടില്ലെന്ന് വിചാരിച്ചോ, ഒരു പ്രാർത്ഥന കേട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് കാൽസിഫിക്കേഷൻ, അത് ഇവർ തന്നെയാണ്, ലിയയുടെ സാക്ഷ്യം തന്നെയാണ്. ലിയയുടെ എക്സ്റേയിൽ അവർക്ക് വിസ ബ്ലോക്ക് ചെയ്യണ രീതിയിൽ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവരുടെ നെഞ്ചിൽ എന്താണ് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കാൽഷ്യത്തിൻ്റെ തോത് കൂടുതലാണ്. അപ്പോൾ സൗദിയിലൊക്കെ ഒന്നും അവരെടുക്കത്തില്ല. അപ്പോൾ കാൽസിഫിക്കേഷൻ കൂടിയ കാരണം വിസ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ അവർക്ക് അപ്രൂവ് ആകത്തില്ല. പക്ഷേ ഈ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇവൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ലിയ എന്ന് പറയുന്ന ലേഡി മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ഞാനും കർത്താവുമായിട്ട് ഒരു റിലേഷനിലാണ്. ഇതാണ് വിഷയം. അതായത് ഞാൻ കർത്താവേ ഇതുകൊണ്ടൊന്നും ഞാൻ കരയത്തില്ല. അതായത് ഞാൻ ഇൻ കേസ് കരയുമെങ്കിൽ അത് മനുഷ്യന്മാരുടെ മുമ്പ് ഞാൻ കരയത്തില്ല. എന്താ കാര്യം? ഞാൻ നിൻ്റെ മുമ്പ് മാത്രമേ കരയത്തുള്ളൂ. റിലേഷൻസിലുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണത്. അതായത് നമ്മൾക്ക് ഈ മനുഷ്യന്മാരുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ വലിയ കാര്യങ്ങൾ തന്നെയാണത്. പക്ഷേ ദൈവമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷയം, ഈ മനുഷ്യന്മാരുടെ റിലേഷൻസിൻ്റെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞുമിരിക്കും. ഇന്ന് നിങ്ങൾ നല്ലപ്പോൾ ഇരിക്കുമ്പോൾ ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ഇന്നത്തെ വൈബ് അടുത്ത കൊല്ലം ഉണ്ടാകത്തില്ല. ഒരു കുഴപ്പമില്ല, ഉണ്ടാകത്തില്ല. അത് കുഴപ്പമില്ല, സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ മണ്ടത്തരം കാണിക്കണം, നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഞങ്ങളപ്പോഴും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഒരിക്കലും. കാര്യം എന്താ? വി നോ ഇറ്റ്. ഇതിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതാണെന്നുള്ള അറിയാം. ഇത് അടുത്ത മാസം ഈ വൈബ് ഉണ്ടാകത്തില്ലെന്നറിയാം. അതുകൊണ്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ പൊട്ടം മനുഷ്യരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ലൈഫ് കൊടുക്കും, പൈസ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇല്ലാത്തതൊക്കെ അവരോട് കമ്മിറ്റ് ചെയ്യും. ഒരാവശ്യമില്ല. ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവുമായിട്ട് റിലേഷനുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാകുന്നൊരു ഗുണം എന്തറിയാവോ? ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവവുമായിട്ട് റിലേഷനുള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് ഒരു ഉദ്ദേശം. അപ്പം നമ്മൾ ദൈവവുമായിട്ട് ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിരക്കാത്ത മറ്റ് റിലേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയണം നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ മനുഷ്യന്മാർക്ക് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. മനുഷ്യന്മാരുടെ ബന്ധത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണില്ലെന്ന് ധരിക്കരുത്. അങ്ങനെ പ്രാധാന്യം കൊടുക്കാതിരിക്കുമെങ്കിൽ ഞാൻ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ മനുഷ്യന്മാർ അവിടെ കണ്ണീര്, അവിടെ പ്രയാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എപ്പോഴും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ എന്നിപ്പോൾ ലിയ പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ട് റിലേഷൻ ആയിക്കഴിഞ്ഞാൽ മറ്റ് റിലേഷൻസിനൊക്കെ താരതമ്യേന വെയിറ്റേജ് കുറവായിരിക്കും. നമുക്ക് വരുന്നൊരു അബദ്ധം, ദൈവവുമായിട്ട് റിലേഷൻ ഉണ്ടാകും, അതിനേക്കാൾ വലിയ റിലേഷനായിരിക്കും മനുഷ്യനുമായിട്ട് ഉണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്യത്തില്ല. അത് ദൈവം ഉദ്ദേശിക്കണില്ല. അതുകൊണ്ടാണ് പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, വേറെ ദൈവം. ശ്രുതിയുടെ ഹല്ലേലൂയ. 23 വെളിപ്പാട് 23 ശ്രുതിയുടെ ഹല്ലേലൂയ. പുറപ്പാട് 23 ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ പറഞ്ഞേ, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. ഉടമ്പടിയിൽ അപ്പം നിങ്ങൾ ഓർക്കും വേറെ ദൈവസങ്കല്പങ്ങളൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ല ജോസഫച്ചൻ സംസാരിക്കേണ്ടത്. വേറെ ദൈവം എന്ന് പറയുന്ന സംഭവം ഇത് അതർ ഗോഡ് ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം ആർക്ക് കൊടുക്കുന്നുവോ അത് അതർ ഗോഡായി മാറും ഉടനെ. അങ്ങനെ ഉണ്ടോ നോക്കണം നിങ്ങൾ.
ഇപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണില്ല എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, എന്താ കാര്യം? കാർ വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇറ്റ്സ് ഓവർ. അതർ ഗോഡായപ്പം തന്നെ നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയാം, അയ്യോ ഇത് കാറ് വണ്ടി വർക്ക്ഷോപ്പിലായി പോയി. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം വർക്ക്ഷോപ്പിലാകുക. അവിടെയാണ് പ്രോബ്ലം. ഇത് ചിന്തിക്കണം മക്കളെ. ഇതാണ് വേറെ ദൈവം എന്ന് പറഞ്ഞു, ഞാനല്ലാതെ വേറെ. അപ്പം ആ കാറ് ഒരു ദൈവമായിട്ട് പ്രവർത്തിച്ചവിടെ. എന്താ കാര്യം? ദൈവത്തേക്കാൾ പ്രാധാന്യം വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പ്രയോറിറ്റി ഓഫ് വാല്യൂ ശരിക്കും നോക്കണം. എന്താ കാര്യം? റിലേഷൻ എന്ന് പറയുന്ന ലിയ പറഞ്ഞ സബ്ജക്റ്റ് ഇല്ലേ, എന്താ പറഞ്ഞത്? റിലേഷൻ എന്ന് പറയുമ്പോൾ ആ റിലേഷൻ ശരിക്കും സിഗ്നേച്ചർ ആകണത് ഒരു എന്തിനാണ്? അതിനൊരു ഒപ്പ് കിട്ടുന്ന എപ്പോഴാണ്? മറ്റ് റിലേഷൻസ് ഫെയിലാകുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും റിലേഷനിൽ വരാൻ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗമോ ആപത്തോ പട്ടിണിയോ വാളോ കണ്ട എന്താ പറയണത്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്? 8:35 ശ്രുതികട ഹല്ലേലൂയ റോമലേഖനം ഓ ദിവ്യകാരുണ്യമേ ശ്രുതികട ഹല്ലേലൂയ സ്വരത്തില് സന്തോഷത്തോടെ ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മയുടെ നിന്നുകൊണ്ട് ഈ വിശുദ്ധാലയത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ എന്നെ എൻ്റെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചനായ യേശുപ്പന് അമ്മ മാതാവിന് 1000 കോടി നന്ദി സ്തുതിയാഗങ്ങൾ അർപ്പിക്കുന്നു. ഞാനിത് ഉടമ്പടി എൻ്റെ പേര് സിന്ധു വിൻസെൻ്റ്, എൻ്റെ സ്വന്തം സ്ഥലം നെയ്യാറ്റിൻകര. ഞാനിവിടെ 2019 ഒക്ടോബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവിൻ്റെ വലത് കരത്തിൽ പിടിച്ച് അമ്മയുടെ ഇടത് കരത്തിൽ പിടിച്ചും എനിക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി. പല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും എൻ്റെ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ ഇടയാക്കിയ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകൾ +2 പരീക്ഷ എഴുതി, ഇളയ മകൾ +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു വിഷയം പ്രയാസമായിരുന്നു. അത് ജയിച്ചു പോകത്തില്ലെന്ന് തന്നെ എപ്പോഴും പറയും, അമ്മേ ഞാൻ ജയിക്കത്തില്ല അമ്മ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരീക്ഷ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കാശ് രൂപവും അവളെ കയ്യിൽ കൊടുത്തു വിടുകയും വിശുദ്ധ വസ്തു തൈലം കുരിശു വരയ്ക്കുകയും കയ്യിലും നെറ്റിയിലും എല്ലാം കുരിശു വരയ്ക്കുകയും ഉപ്പ് ഭക്ഷണമായി കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പരീക്ഷ എഴുതി കർത്താവിൻ്റെ വലിയ നാമമഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് എന്നെ സാക്ഷിയാക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിന് ഫുൾ A+ കൊടുത്ത് ജയിപ്പിച്ചു. അതിന് കോടാനക്കോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വലിയ മോക്കും TTC പരീക്ഷയ്ക്ക് 4 സെം പരീക്ഷയ്ക്ക് ഫുൾ മാർക്കോടെ ജയിക്കുവാനും KTT പരീക്ഷ ജയിക്കുവാനും അവൾക്കൊരു പെർമനൻ്റ് ജോലി എൻ്റെ കർത്താവ് കൊടുത്ത് അവളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ മാതാവിനും യേശുപ്പനും അതിന് 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ സഹോദരന് ഭവനമില്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഉടമ്പടിയിൽ വെച്ച് 6 ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. 6 ഉടമ്പടി നിയോഗവും സാധിച്ചു. അതിൽ ഭവനമില്ലാതിരുന്നു. ആ ഭവനം ഇപ്പോൾ ബേസ്മെൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനോടും അമ്മയോടും നമ്മൾ മുട്ടിപ്പായി ചോദിക്കുന്ന ഏത് കാര്യവും അമ്മ യേശുപ്പയോടും മധ്യസ്ഥ ചെയ്ത് അത് നടത്തി തരുമെന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം കൊണ്ട് പൂർണ്ണമായി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഏത് കാര്യമായിരുന്നാലും അത് നടത്തിത്തരും. എത്ര പ്രതിസന്ധി ഇരുന്നായിരുന്നാലും നമ്മൾ വചനം വായിച്ച് ജപമാല ചൊല്ലി നമ്മൾ കർത്താവിൻ്റെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്ത് നമ്മൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് അപ്പാന്ന് വിളിച്ചാൽ നമ്മൾ കൂടെ വരുന്ന ദൈവത്തിൻ്റെയാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ കർത്താവ് കരം തരുന്ന ഒരവസ്ഥയാണ് ഉടമ്പടി.
അത് സ്വർഗരാജ്യത്തിലോട്ട് നമ്മളെ ആനയിക്കുന്നതാണ്. അത് അച്ഛൻ എപ്പോഴും പറയും നിത്യരാജ്യത്തിൻ്റെ അവകാശമാണെന്ന്. അതുപോലെയാണ് എല്ലാ മക്കളും ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും ഇനി എടുക്കേണ്ടവരും. എൻ്റെ യേശു എന്നെ കരം പിടിക്കുന്നു, അമ്മ എന്നെ അതിനായി സഹായിക്കുന്നു, അതെന്നെ സ്വർഗരാജ്യം വരെ കൊണ്ടെത്തിക്കും. ഇതാണ് ആദ്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത്. രണ്ടാമതേ നമ്മുടെ നിയോഗങ്ങളെല്ലാം വയ്ക്കാവൂ, പ്രാർത്ഥിക്കാവൂ. എന്നിട്ട് മൂന്നാമത് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. എനിക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ജപമാല പറയാൻ ഞാനൊരു മർത്തോമക്കാരിയാണ്, എന്നാലും എനിക്കറിയത്തില്ല. എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു. എൻ്റെ കയ്യിൽ ജപമാല വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഷോക്ക് അടിക്കുന്ന പോലെ. എന്നിട്ട് ഇവിടെ വന്നും ഞാൻ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് പഠിച്ചാണ് ഞാൻ ജപമാല ചൊല്ലുന്നത്. ഞാൻ ജപമാല ചൊല്ലും, 3 ജപമാല ചൊല്ലും. ഒരു ജപമാല പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചൊല്ലും. ഒരു ജപമാല രോഗികളായിട്ട് കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് ഒരു ജപമാല ചൊല്ലും. അത് എനിക്ക് മാത്രം വേണ്ടിയല്ല, ഈ ലോകം മുഴുവനുള്ള എൻ്റെ കുടുംബത്തിലും ചുറ്റുപാടുള്ളവർക്കും ദേശത്തുള്ളവർക്കും ഭൂലോകം മുഴുവനുള്ള 12 ഗോത്രത്തിലുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചൊല്ലുന്നത്. അതിനായി എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറയും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നു, 12 രൂപ എൻ്റെ കയ്യിൽ വെച്ചു, 2 തുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, എൻ്റെ കൃപാസന അമ്മേ, എന്താണ് അമ്മേ എൻ്റെ കയ്യിൽ ഈ 12 രൂപ 12 ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്ന്? അപ്പോഴാണ് അമ്മ പറഞ്ഞ് 12 ഗോത്രത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജപമാല ചൊല്ലി. ആ നിമിഷം മുതൽ ഞാൻ ഇന്ന് ഈ നിമിഷം വരെ 12 ഗോത്രത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഒരു ജപമാല ചൊല്ലി. എന്നിട്ട് ലോകം മുഴുവനുള്ള എല്ലാ പാപികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പാപം ക്ഷമിച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ വിശുദ്ധീകരിച്ച് കഴുകി നിത്യരാജ്യത്തിൽ അവരെ എത്തിക്കണമേ എന്ന്. അങ്ങനെ ഈ 3 നിയോഗം സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നു. എൻ്റെ മകള് പരീക്ഷയെല്ലാം ജയിച്ചു, ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ട്. ഭവനം കിട്ടി. അവൾക്ക് ഇളയ മകൾക്ക് തൈറോയിഡിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു. അതും വിശുദ്ധ വസ്തു ഉപയോഗിച്ച് കുരിശ് വരച്ച് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, റിസൾട്ടിലൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ കർത്താവും അമ്മ മാതാവും അത് അത്ഭുതമായി സഹായിച്ചു. പലവിധമായ എന്തെല്ലാം പ്രയാസം ഉണ്ടായിരുന്നാലും അതിൻ്റെ മധ്യത്തിലെല്ലാം എൻ്റെ കർത്താവും അമ്മയാ മുമ്പേ പോകുന്ന അവരെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ 3-മതേ പോകത്തുള്ളൂ. എൻ്റെ കർത്താവെ നീ മുമ്പേ നടക്കണേ, അതിൻ്റെ പുറകെ അമ്മ, അതിൻ്റെ പുറകെ ഞാൻ എന്ന് പറഞ്ഞു പോകും. ആ കാര്യം ഏത് കാര്യമായിരുന്നാലും നടന്നിരിക്കും, ഉറപ്പായി നടന്നിരിക്കും. ആദ്യം തടസ്സമാണെങ്കിലും പിന്നെ ഉറപ്പായി നടന്നിരിക്കും. എപ്പോഴും ഞാൻ വചനം പറയും, എൻ്റെ വചനം ഇങ്ങനെ വായിൽ വന്നുകൊണ്ടേയിരിക്കും. യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 45-ന്റെ 2, 3, 4 വാക്യം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. ആ യഹോവയായ ദൈവ ഉടമ്പടി എടുത്ത നാളും എന്നതിൽ ഇന്ന് വരെ പലവിധമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ കർത്താവ് അമ്മ എന്നെ കരം പിടിച്ച് നടത്തുന്നു. എൻ്റെ മകൾക്ക് ഇത് നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു, യേശുവപ്പെ അറിയുന്ന ഒരു മകന് തരണമെന്ന്. അതുപോലെ എൻ്റെ മകളുടെ കല്യാണ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും സ്വന്തമായി ഭംഗിയായി നടത്തി എൻ്റെ യേശുവപ്പെ അമ്മ തന്നെ നിന്ന് നടത്തി. ഞാനൊരു പുറകെ നിൽക്കും, എൻ്റെ കർത്താവെ നീ തന്നെ നടത്തണമേ. എന്നിട്ട് ഇച്ചിരി സ്വർണത്തിനൊക്കെ പ്രയാസം വന്ന് കുറവായിരുന്നു. തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം എനിക്കതെല്ലാം ഒരുക്കി എൻ്റെ യേശുവപ്പ തന്നെ എല്ലാം നിന്ന് നടത്തി തന്നു. അതിനായി കോടാനക്കോടി നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഏത് നിയോഗത്തിനായാലും നമ്മൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാക്ഷിയാക്കണമേ എന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി സഭ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ജോസഫ് അച്ഛനെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ നിയോഗിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ നമ്മുടെ കാര്യം തക്ക സമയത്ത് നടന്നോളും. ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയും മോശ
ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കടത്തി കനാൻ ദേശത്തെത്തിച്ചതുപോലെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി മാതാവ് യേശു ജോസഫ് അച്ഛനെ തന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി ഈ ഉടമ്പടിയിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് അമ്മയോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലെത്തുന്ന ഒരു നിയോഗമാണ് ഉടമ്പടി. അതിലുറച്ച് നിൽക്കണം. വചനമാണ് ജീവനുള്ളതാണ്. ആ ജീവനുള്ള വചനം സംസാരിക്കും, വഴി നടത്തും, സ്വപ്നത്തിൽ കാണിക്കും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക്, ഞാൻ കൂടുതലും അക്രൈസ്തവരാർക്കുള്ളവർക്ക് പത്രം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം എൻ്റെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ എല്ലാവർക്കും മേടിച്ച് കൊടുക്കും. ജപമാല മേടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും, പേപ്പറിൽ എഴുതി കൊടുക്കും എന്നും പറഞ്ഞ് അങ്ങനെ അവരെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വേല ജീവിതാന്ത്യം വരെയും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയമായി എൻ്റെ കർത്താവിന് കൂടെ പറ്റിച്ചേർന്ന് വളരാൻ എന്നെ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിച്ചു. ഏത് കാര്യം ചോദിച്ചാലും അമ്മ മാതാവ് യേശുപ്പനെ നടത്തിത്തരും. ഏത് നടക്കാത്ത കാര്യമായിരുന്നാലും നമ്മൾ ആത്മാർത്ഥതയോടെ പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിലിരുന്നു കൊണ്ട് അപ്പാന്ന് വിളിച്ച് ചോദിച്ചാൽ നടത്തിത്തരും. ഞാൻ അങ്ങനെ നീറി കല്യാണത്തിൻ്റെ അവസരമായപ്പോൾ കുഞ്ഞിന് 5 പവൻ്റെ സ്വർണം കുറവായി വന്നു, പൈസ കുറവായി വന്നു. ഞാൻ എങ്ങും പോയില്ല. ചോദിച്ചവരെല്ലാം നിനക്ക് ജോലി ഉണ്ടായിട്ടും നിനക്ക് കാശില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. ഞാൻ അപ്പോൾ കുരിശിൻ്റെ ചൂട്ടിൽ നോക്കി. അന്ന് ഈ യേശപ്പയുടെ ഈ കുരിശാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് യേശപ്പ ഞാൻ എൻ്റെ യേശപ്പാന്ന് വിളിച്ചു. അപ്പോൾ കണ്ണ് തുറന്നു. രണ്ടാമത് എൻ്റെ അപ്പാന്ന് ഞാൻ വിളിച്ചു. പിന്നെ അങ്ങ് കണ്ണ് തുറന്നു, എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഒരു ദിവസം ഞാൻ എൻ്റെ ഈ കൃപാസന മാതാവിനെ കണ്ടു. ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ വിഷയം പറയുമ്പോൾ ഞാൻ എൻ്റെ വിഷയമാക്കി ഒന്നും പ്രാർത്ഥിക്കത്തില്ല. അതെല്ലാം തക്ക സമയത്ത് നടക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രിയിൽ എൻ്റെ കഴുത്തിൽ ഒരാൾ വന്നിങ്ങനെ ഞെക്കി. ഒരു കറുത്ത രൂപമുള്ള ഒരാൾ, മെലിഞ്ഞ ഒരാൾ. ഞാൻ എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഈ കൃപാസന അമ്മ ഈ ഡ്രസ്സോടെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് ആ വ്യക്തിയുടെ കയ്യെ പിടിച്ച് മാറ്റി ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അങ്ങനെ എൻ്റെ അമ്മയെ യേശുപ്പയും കാണാനും, എന്നിട്ട് ഞാൻ ചില സമയമൊക്കെ അങ്ങ് ആരടുത്തും പറയത്തില്ല, അമ്മയോട് യേശുപ്പയോട് സംസാരിക്കും, എല്ലാം സമർപ്പിക്കും. എപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വചനവും പറയും, വിശ്വാസ പ്രമാണം പറയും. വിശ്വാസ പ്രമാണമാണ് എൻ്റെ ജീവൻ്റെ ആധാരം. ആ കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് പൊതിച്ചോറ് കൊണ്ടുകൊടുക്കും, ആശുപത്രിയിൽ പോയി അവരെ ശുശ്രൂഷിക്കും, നോക്കും. അവരെ എന്നെക്കാളും ആവശ്യമുള്ള പൈസയായിട്ടും പൊതിച്ചോറായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ബുക്കിലെടുത്ത് ഉടമ്പടി എടുത്ത നാൾ മുതൽ എല്ലാവരെയും പേരെഴുതി അവരെ വിഷയം എഴുതി പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ നന്മകളും ചെന്ന് എൻ്റെ യേശുപ്പയ്ക്ക് എൻ്റെ അമ്മ മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. ജീവൻ പോവുകയോളം യേശുയുടെ സാക്ഷിയായി ഉടമ്പടിയിൽ ഉറച്ച് നിൽക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യത്തിൽ എൻ്റെ പേര് മിനി റോബർട്ട്. ഞാൻ ചേർത്തലയിൽ തുറവൂർ എന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന 2018 ഉടമ്പടി എടുത്തതാണ്. 2018 ഉടമ്പടി എടുത്തതാണ്. അപ്പം ഞാൻ ഇവിടെ 6 കാര്യങ്ങൾ വെച്ചതിൽ 5 കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നത് ഞാൻ ഇവിടെ എഴുതി അച്ഛനെ കാണിച്ചപ്പോൾ അത് ബി ഗ്രേഡ് സാക്ഷ്യമായതുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം 2023 എൻ്റെ മോൾക്ക് ഒരു +2 പരീക്ഷ തീർന്നതിൻ്റെ തലേദിവസം അവൾക്ക് പനി, തലവേദനയൊക്കെ വന്നു. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, മരുന്ന് വാങ്ങി കഴിച്ചിട്ട് യാതൊരു കുറവില്ലായിരുന്നു. നല്ല തലവേദന, കണ്ണ് വേദന, കണ്ണിന് ഡബിൾ വിഷനായി. അങ്ങനെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്
മോൾക്ക് ഹൈപ്പർ ടെൻഷനുണ്ട്, നല്ല കണ്ണിന് നീര് വെച്ചിട്ടുണ്ട് ഞരമ്പിന്. അപ്പോൾ ഇത്രയും വേഗം ഒരു ന്യൂറോനെ കാണിക്കണമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ട് ന്യൂറോനെ കാണിച്ചു. അവിടെ അഡ്മിറ്റായി. ഡോക്ടർ MRI സ്കാൻ എടുത്തു. അപ്പം പിന്നെ ഫ്ലൂയിഡ് തലയിൽ കെട്ടി. അവൾക്ക് എക്സസൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂറോ സർജനെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂറോ സർജൻ നോക്കി പറഞ്ഞത് മോൾക്ക് ഒരു സർജറി ചെയ്യണം, അല്ലെങ്കിൽ അവളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള എനിക്ക് പേടിയില്ലായിരുന്നു. മാതാവ് അവളെ സഹായിക്കും. ഞാൻ ഉടമ്പടിക്ക് ആശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ന്യൂറോ സർജിക്കൽ വാർഡിലേക്ക് മാറ്റി. അപ്പോൾ സർജറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു, സർജറി അടുത്ത ആഴ്ചത്തേക്ക് ചെയ്യണമെങ്കിൽ ശനിയാഴ്ച തന്നെ ഇൻഫോം ചെയ്യണം, എന്നാൽ നേരത്തെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ ചെന്ന് അവിടെ ഓഫീസിൽ ചെന്ന് ഇൻഫോം ചെയ്തിരുന്നു. പക്ഷേ ശനിയാഴ്ച അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് ഒരു സിസ്റ്റർ കയറി വന്നു. അപ്പോൾ സിസ്റ്റർ ഞങ്ങളോട് ഇത്തിരി കാര്യങ്ങൾ, സിസ്റ്റർ ഞങ്ങളുടെ റൂമിൻ്റെ വാതിക്കൽ കൂടി പാസ് ചെയ്ത് പോയതാണ്. പക്ഷേ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. അത് സിയാമേരി എന്നാണ് മകളുടെ പേര്. അപ്പോൾ അത് മാതാവിൻ്റെ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് സിസ്റ്റർ ഞങ്ങളുടെ റൂമിലേക്ക് കയറി വന്നു. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളോട് ഒത്തിരി കാര്യങ്ങളൊക്കെ സിസ്റ്റർ പങ്കുവെച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, പോകാൻ നേരത്തെ മോളോട് പറഞ്ഞു, മോൾക്ക് കുമ്പസാരിക്കണോ എന്ന് ചോദിച്ചു. കാരണം ഈസ്റ്റർ ടൈം ആയതുകൊണ്ട് മോൾക്ക് പള്ളിയിൽ പോകാനോ കുമ്പസാരിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ മോൾക്ക് അങ്ങനെ 3 മണിയാകുമ്പോൾ അച്ഛനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിയായപ്പോൾ അച്ഛൻ വന്ന് കുമ്പസാരിച്ചു. ഞായറാഴ്ച കുർബാനയൊക്കെ സ്വീകരിച്ചു. അപ്പോൾ സിസ്റ്റർ പോകുന്ന നേരത്ത് മോളോട് പറഞ്ഞു, മോള് നീ അത്ഭുതങ്ങൾ കാണാൻ പോണേ ഉള്ളൂ എന്ന്. അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടർ വന്ന് നിങ്ങൾ ഈ പിന്നെ സർജറിയുടെ കാര്യം ഇൻഫോം ചെയ്തിട്ടില്ലേ, പിന്നെ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്താ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യാം, നിങ്ങൾ വീട്ടിൽ ചെന്ന് തീരുമാനിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ അപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങളുടെ സമ്മറിയിൽ ഞങ്ങളുടെ റിസ്കിൽ പോകുന്നതായിട്ടാണ് ഡോക്ടർ എഴുതിയതും. അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് കാഴ്ചശക്തി പോകാം, എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്നു. വീട്ടിലെത്തി. മോൾക്ക് ഡബിൾ വിഷം മാറിയിട്ടില്ല അപ്പോഴും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്ന് ഈ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി. പിറ്റേ ദിവസമായിരിക്കും മോളുടെ ഡബിൾ വിഷം മാറി. അപ്പം ഞങ്ങൾ ഇനി വേറൊരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടാൽ മതി, സർജറിക്ക് പോയാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേറൊരു മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്ന് ന്യൂറോനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ മോൾക്കൊരു കുഴപ്പവുമില്ല, അവൾക്കൊരു സർജറിയുടെ ആവശ്യമേ ഇല്ലെന്ന് പറഞ്ഞു.